ഞാൻ കുട്ടികളോടൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ മാർക്ക് ബുക്ക് ആരും നോക്കില്ല. നോബഡി നീഡ്സ് യുവർ മാർക്ക് ബുക്ക്. നിങ്ങൾ ആരാണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആരും നോക്കില്ല. ശ്രദ്ധിക്കണേ, ഇന്നത്തെ ദിവസം നിങ്ങളിവിടെ വന്നത് ഫലവത്താവണം. ശ്രദ്ധിക്കണേ. ലിസൺ ടു മീ, ലിസൺ ടു മീ പേഷ്യൻ്റ്ലി, carefully, with keen interest. I appeal to you. Yes, കണ്ടോ ഈ സദസ്സിൻ്റെ ഒരു സൗന്ദര്യം നോക്കൂ. Such a beautiful occasion. How can you disturb it? ഒരു മധുരമുള്ള പൂവിനെ നിങ്ങൾക്ക് നോവിക്കാനാകുമോ? ഈ ചടങ്ങൊരു മൗന പുഷ്പമാണ്. അപ്പോൾ ഇവിടെ മൗനം വന്നപ്പോൾ, മൗനമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സംഗീതം. സൈലൻസ്, ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മ്യൂസിക്, ദ എവർ ബ്യൂട്ടിഫുൾ സോങ് ദാറ്റ് ഈസ് എവർ സങ്. ഏത് കാലത്തും പാടിയ ഏറ്റവും നല്ല ഗീതം മൗനമാണ്. ടിനി ടോമിൻ്റെ പാട്ട് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് പടഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാനൊന്നും ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല, അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പാട്ടുപാട് മാത്രമല്ല ചെയ്തത്, ആ പാട്ട് പാടുന്നതിന് മുമ്പ് യുവതലമുറയോട് അദ്ദേഹം സംസാരിച്ചു. കലാകാരനായിട്ട് മാത്രം വന്ന ഒരാൾക്കത് കഴിയില്ല, പാട്ടുപാടി പോവുള്ളൂ. ആ പറഞ്ഞതിലൊക്കെ ഒരുപാട് പാഠങ്ങൾ നിങ്ങൾക്ക് നൽകി. വിശേഷിച്ചും മയക്കുമരുന്നിനെ കുറിച്ച് ഒരു കലാകാരൻ പ്രസംഗിക്കാൻ, ധൈര്യത്തോടെ സംസാരിക്കാൻ മുന്നോട്ട് വരുന്നത് സമൂഹത്തെ സംബന്ധിച്ച് വളരെ വളരെ ശുഭോദർക്കമാണ്. അങ്ങനെയുള്ളൊരു സദസ്സാണിത്. അപ്പം നിങ്ങളിപ്പോൾ നിശബ്ദരാണ്. ഞാനൊരു 10 മിനിറ്റ് എടുക്കും. ഞാനൊരു 10 മണിക്കൂർ യാത്ര ചെയ്ത് കാണണം, 10 ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത്. കാലത്ത് പുറപ്പെട്ടതാണ്. പക്ഷേ മഹേഷ് ഇവിടെ ഒരുക്കിയ ഈ സാംസ്കാരിക സന്ദർഭം, ഞാനിതിനെ ഒരു സാംസ്കാരിക സന്ദർഭം എന്ന് വിളിക്കുന്നു. എ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. എ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ഈ കോണ്ടെക്സ്റ്റ് എന്ന വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളൊക്കെ ടെക്സ്റ്റേ കണ്ടിട്ടുള്ളൂ. ലൈഫ് ഈസ് നോട്ട് എ ടെക്സ്റ്റ്, ലൈഫ് ഈസ് എ കോണ്ടെക്സ്റ്റ്. ജീവിതം ടെക്സ്റ്റ് ബുക്കല്ല, ജീവിതം കുറേ സന്ദർഭങ്ങളുടെ ആകത്തുകയാണ്. ഇറ്റ് ഈസ് എ ബണ്ടിൽ ഓഫ് കോണ്ടെക്സ്റ്റ്സ്. ആ സന്ദർഭങ്ങളെ ജയിക്കാൻ പഠിച്ചാൽ നിങ്ങൾ 1000 പരീക്ഷകൾ ജയിച്ചതിനേക്കാൾ വലിയ വിജയമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ആർജിക്കുന്നത്. പരീക്ഷ ഒന്നും അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇങ്ങനെയുള്ള നിരവധി ചടങ്ങ് പോയി ഈ വർഷവും. ജില്ലാതലത്തിൽ, സംസ്ഥാന തലത്തിൽ, എൻ്റെ നിയോജക മണ്ഡലത്തിൽ, പഞ്ചായത്ത് തലത്തിൽ. അതിലൊരു സദസ്സിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം കേട്ടാൽ നിങ്ങൾക്കൊന്നും തോന്നരുത്, ഞാൻ ഇവിടെയും ചോദിക്കുന്നു. ആർക്ക് വേണം മാർക്ക്? ഇതാണ് ഞാൻ ചോദിച്ച ചോദ്യം. സംസാരത്തിൻ്റെ ഇടയിൽ എൻ്റെ ചുണ്ടിൽ വന്ന വാക്കാണ് ആർക്ക് വേണം മാർക്ക്. മാർക്കില്ലാത്തവനാണോ ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നത്? മാർക്കില്ലാഞ്ഞിട്ടാണോ ഒരു ഡോക്ടർ പെൺകുട്ടിയെ, ഒരു അധ്യാപകനെ ഈ കേരളത്തിൽ കുത്തിക്കൊന്നത്? അയാൾക്ക് മാർക്കില്ലേ? അയാൾ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനല്ലേ? വന്ദനയെ മറക്കരുത്. ടിനി ടോമിൻ്റെ സ്വരധാര, ശോകധാര, വിഷാദധാര അത് പ്രവാഹം കൊണ്ടപ്പോൾ കേരളീയ മാതാപിതാക്കളുടെ മനസ്സിലൂടെ ഒരുപാട് പെൺകുട്ടികൾക്ക് വേണ്ടി, ആൺകുട്ടികൾക്ക് വേണ്ടി ഹൃദയം പടഞ്ഞിട്ടുള്ള സ്വരമാണ് ഇവിടെ മുഴങ്ങിയത്. അവരെ നിങ്ങൾ മറക്കരുത്.
ആർക്ക് വേണം മാർക്ക് എന്ന് ചോദിച്ചത് നിങ്ങൾ നേടിയ വിജയത്തെ ചെറുതാക്കാനല്ല. നിങ്ങൾ നേടിയ വിജയത്തെ ഞാൻ വീണ്ടും വീണ്ടും അഭിനന്ദിക്കുന്നു. ഉന്നത വിജയം, എക്സലൻസ് വാങ്ങിയവരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനിയും നിങ്ങൾ മുന്നോട്ട് പോകണം. പക്ഷെ അതൊന്നും അല്ല കുട്ടികളെ വലിയ കാര്യം. ഞാനും റാങ്കൊക്കെ വാങ്ങിയ ആളാണ്. അതൊന്നും അല്ല ജീവിതത്തിൽ വലുത് എന്ന് വളരെ വൈകാതെ തിരിച്ചറിഞ്ഞ ഒരാളാണ്. എനിക്ക് ഡിഗ്രിക്കും പോസ്റ്റ് ഗ്രാജുവേഷനിലും രണ്ടിനും റാങ്ക് ഉണ്ടായിരുന്നു. ജീവിതത്തിൽ അതൊന്നും അല്ല വലിയ കാര്യമെന്ന് വൈകാതെ ഞാൻ തിരിച്ചറിഞ്ഞു. അക്കാഡമിക് എക്സലൻസ് ഒക്കെ നല്ലതാണ്. അതിലപ്പുറമുള്ള ഒരു ജീവിതമുണ്ട്. തപിക്കുന്ന ജീവിതം, ത്രസിക്കുന്ന ജീവിതം, സ്വപ്നം കാണേണ്ട ജീവിതം, സാക്ഷാത്കരിക്കേണ്ട ജീവിതം. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ ഇപ്പോൾ നടക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഉത്സവമാണ്. ഈ ചടങ്ങ് വിദ്യാഭ്യാസത്തെ ഉത്സവമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മഹേഷിനെ ഞാൻ മുക്തകണ്ഠം ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ ഉത്സവം എന്ന് പറഞ്ഞാൽ ശരിയാകില്ല. അത് പലയിടത്തും നടക്കുന്നുണ്ട്. അത് സാധാരണമാണ്. ഇത് സംസ്കാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്, സംസ്കാരമാണ്. നമുക്ക് നഷ്ടപ്പെടുന്ന സംസ്കാരത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾക്ക് പോകണം. ആരെങ്കിലും നിർബന്ധിക്കുന്ന കോഴ്സിനൊന്നും പോകരുത്. ആർക്ക് വേണ്ടിയും വേഷം കെട്ടിയിട്ടൊരു പ്രത്യേക കോഴ്സ് എടുക്കരുത്. എല്ലാവരും ഡോക്ടറാകുമ്പോൾ ഞാനും ഡോക്ടറാകണമെന്ന് തീരുമാനിക്കരുത്. എല്ലാവരും എഞ്ചിനീയറെങ്കിലും ഞാനും എഞ്ചിനീയർ ആകട്ടെ തീരുമാനിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ അഭീഷ്ടത്തെ അനുധാവനം ചെയ്യണം, അതിനെ പിൻപറ്റണം. നിങ്ങളുടെ മനസ്സിൻ്റെ താല്പര്യത്തിൻ്റെ പിറകെ പോണം. മലയാളത്തിൻ്റെ വലിയ സാഹിത്യകാരൻ ശ്രീ മോഹനവർമ്മ ഒരിക്കൽ ഞങ്ങൾ ഒന്നിച്ചൊരു സ്റ്റേജിൽ ഇരുന്ന സമയത്ത് എന്നോടിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകൻ നല്ല മാർക്കോടെ പാസ്സായിട്ടും ചെണ്ട കൊട്ടുന്ന കോഴ്സിന് പോകണമെന്ന് വാശി പിടിച്ചു. അവൻ എഞ്ചിനീയറിങ്ങിനും MBBS-നൊക്കെ പോകാമായിരുന്നു. നല്ല മാർക്കുണ്ട്. അവൻ ഒരേ ഒരു വാശി, ചെണ്ട കൊട്ടണം. ചെണ്ട കൊട്ടുന്ന കോഴ്സിൽ ഡിഗ്രി എടുക്കണം, ആ വിഷയത്തിൽ ഡിഗ്രി എടുക്കണം. ഞങ്ങളൊക്കെ അവനെ പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷെ അവനവൻ്റെ ഇഷ്ടം വിടാൻ തയ്യാറായില്ല. അവൻ പോയി ചെണ്ട കൊട്ടുന്ന കോഴ്സിന് ചേർന്നു. ആ കോളേജിൻ്റെ ഒരു യൂണിയൻ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചുകൊണ്ട് പോയപ്പോൾ, മോഹനവർമ്മ സാഹിത്യകാരനാണ്, പ്രശസ്തനായിട്ടുള്ള മലയാളത്തിൻ്റെ എഴുത്തുകാരനാണ്. അവൻ ചെണ്ട കൊട്ടി എന്നെ സ്വാഗതം ചെയ്തു കൊണ്ടുപോയി. അന്ന് അവൻ കൃതാർത്ഥനാകുന്നത് ഞാൻ കണ്ടു എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. നിങ്ങൾ ചെണ്ട കൊട്ടാൻ പോകണമെന്നോ അങ്ങനെയുള്ള കോഴ്സ് എടുക്കണമെന്നോ ഒന്നുമല്ല ഞാൻ പറയണത്. ധാരാളം പഠന സാധ്യതകളുള്ള ഒരു ലോകമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്, കൃത്രിമ ബുദ്ധി. AI എന്ന് പറഞ്ഞ അന്ന് എയർ ഇന്ത്യ അല്ല, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. എവിടെ എത്തുമെന്ന് പറയാൻ കഴിയില്ല. ലോകത്ത് ചില തത്വചിന്തകന്മാർ നിരീക്ഷിക്കുന്നത് മനുഷ്യൻ വഞ്ചിക്കപ്പെടും എന്നാണ്. കൃത്രിമ ബുദ്ധി വളർന്ന് 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 അത് മനുഷ്യനെ തോൽപ്പിച്ച് പല കാര്യങ്ങൾക്കും മനുഷ്യനെ വേണ്ടാതാകും എന്ന അവസ്ഥയിലേക്കാണ് മാനവരാശി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനു വേണം മനുഷ്യൻ? ആർക്ക് വേണം മനുഷ്യൻ? ആ ജോലി അത് യന്ത്രമനുഷ്യൻ ചെയ്യുമല്ലോ. ഈ ജോലി അത് മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ മികവോടെ യന്ത്രമനുഷ്യൻ ചെയ്യും. കൃത്രിമ ബുദ്ധി
ഞാൻ ഈ കഴിഞ്ഞ മാസം ഒരു 15 ലേഖനങ്ങളെങ്കിലും വായിച്ചു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച്. പണ്ടാരെങ്കിലും എഴുതിയതല്ല. ഈ ഒറ്റ മാസം ഡൽഹിയിൽ പാർലമെന്റ് സമ്മേളനത്തിനിടയിൽ ഇംഗ്ലീഷ് പത്രങ്ങളിൽ AI വിഷയത്തെക്കുറിച്ച് വന്ന 15ഓളം ഓരോ ദിവസങ്ങളിൽ എത്രമാത്രം ലോകം ഇത് ചർച്ച ചെയ്യുന്നു. ആ ഒരു കാലത്ത്, ആ ഒരു ലോകത്ത് നിങ്ങൾക്ക് മുമ്പിൽ ഇഷ്ടം പോലെ വാതായനങ്ങൾ, കവാടങ്ങൾ തുറന്നു കിടക്കുകയാണ്. ഏത് കോഴ്സിനും പോയിക്കോ, വലിയ വലിയ മോഹങ്ങളെ കൊണ്ട് നടക്കാവൂ. ശാസ്ത്രജ്ഞനാകൂ എന്ന് തീരുമാനിക്കൂ. എനിക്ക് സയന്റിസ്റ്റ് ആവണം, എനിക്ക് ആർട്ടിസ്റ്റ് ആവണം, കലാകാരനാകണം, കലാകാരിയാകണം എന്ന് തീരുമാനിക്കൂ. 1000 യന്ത്രമനുഷ്യന്മാർ ചേർന്നാലും ടിനി ടോം ഇവിടെ പാടിയ പാട്ടിലെ ഒരു സ്വരം സൃഷ്ടിക്കാനോ ആവർത്തിക്കാനോ സാധിക്കില്ല എന്ന് മനസ്സിലാക്കണം. അതാണ് മനുഷ്യൻ. മനുഷ്യന് സബ്സ്റ്റിറ്റ്യൂട്ടില്ല. ഹൃദയത്തിന് പകരം വെക്കാവുന്ന മറ്റൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഹൃദയമുള്ള മനുഷ്യരായിട്ട് ജീവിക്കണം നിങ്ങൾ. ഹൃദയമാണ്. ആ ഹൃദയ നന്മ കെട്ടുപോകാതിരിക്കട്ടെ. ഹൃദയം മരിക്കുമ്പോഴാണ് മനുഷ്യൻ മരിക്കുന്നത്. ബാഹികമായ അർത്ഥത്തിലും അത് ശരി, ആന്തരികമായ അർത്ഥത്തിലും അത് ശരി. ജിന്ദാ ദിലി എന്നാണ് പറയാ ഹിന്ദി ഭാഷയിൽ. ജിന്ദാ ദിലി, ഹൃദയത്തിന് ജീവൻ ഉണ്ടായിരിക്കുക. അപ്പോഴാണ് ജിന്ദാ ദിലി ഹെ ജിന്ദഗി, ഹൃദയത്തിന് ജീവൻ ഉണ്ടാകലാണ് ജീവിതം. ഹൃദയം മരിക്കുമ്പോൾ ജീവിതം തന്നെ ഇല്ലാതായിത്തീരുന്നു. ബാഹികമായ അർത്ഥത്തിലും അത് ശരിയാണ്. ഹൃദയത്തിന്റെ പ്രവർത്തനം നിലക്കുന്നതിന്റെ പേരാണ് ഹൃദയസ്തംഭനം. അത് മാത്രമാണ് പെട്ടെന്ന് മനുഷ്യനെ പിടികൂടുന്നത് രോഗം. ക്യാൻസർ വന്നാൽ പോലും, മാരകമായ ക്യാൻസർ വന്നാൽ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. എത്ര പെട്ടെന്ന് കാണപ്പെട്ടാലും, എത്ര അവസാനത്തെ ഘട്ടത്തിലാണ് രോഗിയെങ്കിലും കുറച്ച് ദിവസം പോയി എന്ന് വരും. പക്ഷേ ഹാർട്ട് അറ്റാക്ക് വന്നാൽ, അത് ശക്തമാണെങ്കിൽ, ഹൃദയാഘാതം അത്രമേൽ തീക്ഷ്ണമാണെങ്കിൽ, ആ സമയം തന്നെ മനുഷ്യന്റെ ജീവിതവും ശരീരവും എല്ലാം അവസാനിച്ചു പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് കുട്ടികളെ, ഞാൻ ഉപദേശിക്കല്ല, ഞാനൊരു ഉപദേശകനല്ല. നിങ്ങളുടെ ജ്യേഷ്ഠൻ എന്ന നിലയിലുള്ള എൻ്റെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം മരിക്കാതിരിക്കട്ടെ. ഹൃദയം മരിക്കാതിരിക്കട്ടെ. അതിനുള്ള വിദ്യാഭ്യാസം ആർജിക്കൂ, അതിനുള്ള അറിവ് തേടൂ. ഇന്ന് വേണ്ടത് നോളജാണ്. ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്. ഞാൻ മറ്റു 2 പദങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. നിങ്ങൾക്ക് അറിയാത്ത പദങ്ങളല്ല. ഒന്ന് നോളജ്, മറ്റൊന്ന് വിസ്ഡം. വിസ്ഡം നിങ്ങളിത് സ്വായത്തമാക്കൂ. എൻ്റെ വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ചുരുക്കുകയാണ്. കരുനാഗപ്പള്ളിയുടെ ഹൃദയത്തിൽ ഇന്ന് നടക്കുന്ന ഈ ചടങ്ങ് ഭാവിയിൽ നിങ്ങളൊക്കെ ഓർക്കേണ്ട സന്ദർഭമായിട്ട് മാറും. ഇവിടുന്ന് പിരിഞ്ഞു പോയാലും നിങ്ങൾ ഓർക്കും, ഞാനും അവിടെ ഉണ്ടായിരുന്നു, ഞാനും ആ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. ഹിന്ദിയിലൊരു പറച്ചിലുണ്ട്, മേ ഭീ വഹാ ഹാസിർ താ, ഞാനും അവിടെ ഹാജരുണ്ടായിരുന്നു. വലിയൊരു സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ, പിന്നീട് ഓർക്കുമ്പോൾ, അതിൽ പങ്കെടുത്തതിൻ്റെ അഭിമാനം പങ്കുവെക്കാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ്. മേ ഭീ വഹാ ഹാസിർ താ, ഞാനും അവിടെ ഹാജരുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ ഓർക്കുന്നൊരു സന്ദർഭമാണിത്. ഇത്രയും നേതാക്കളുടെ സാന്നിധ്യം, പുതിയ തലമുറയ്ക്ക് വേണ്ടി സ്പന്ദിക്കുന്ന ഹൃദയമുള്ള ഒരു ജനപ്രതിനിധിയുടെ ഹൃദയവായ്പിൻ്റെ ആവിഷ്കാരമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ശ്രീ മഹേഷിന്റെ ഹൃദയം.
പുതിയ തലമുറയോടൊപ്പം തുടിക്കുന്ന ഹൃദയം. നിങ്ങളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് മഹേഷിന്റെ രാഷ്ട്രീയമല്ല, മഹേഷിന്റെ സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ്. അതേ നിലനിൽക്കൂ. ഒരു മുഖ്യമന്ത്രി മരണപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥാനത്തേക്ക് മലയാളികൾ തീർത്ഥയാത്ര പോലെ പ്രവഹിക്കുന്ന ഒരു അത്ഭുതം പുതിയ തലമുറ നിങ്ങളും ശ്രദ്ധിച്ചില്ലേ? മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്നതും മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്നവരും മാത്രമാണ് ബാക്കിയാകുന്നത്. ബാക്കിയൊക്കെ അസ്തമിക്കും. കല, രാഷ്ട്രീയം, മതം, സംസ്കാരം, സാഹിത്യം എല്ലാം മനുഷ്യത്വത്തിന് വേണ്ടി സമർപ്പിതമായിരിക്കണം. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഓർത്തു നോക്കൂ നിങ്ങൾ, ഒന്ന് രണ്ട് സംഭവങ്ങളിലൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോയിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാനിപ്പോൾ അടുത്ത ദിവസം മരണപ്പെട്ട ആ കുട്ടിയെ പറ്റിയൊന്നും പറയുന്നില്ല. ശരി, ടിനി ടോം ആ പറഞ്ഞത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ അങ്ങനെയുള്ള ദിവസങ്ങളിൽ പത്രം ശരിക്കും വായിക്കാറില്ല. ഞാനൊരു പൊതുപ്രവർത്തകനായതുകൊണ്ട് മാത്രമല്ല, ഈ നാട്ടിലൊരു പൗരനായതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെപ്പറ്റി ചിന്തിക്കുകയും സമൂഹത്തോട് സംവദിക്കുകയും ചെയ്യുന്നവരിൽ പെട്ട ഒരാളായതുകൊണ്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ പത്രം മാറ്റിവെക്കും. കുറച്ച് ദിവസം ആ ദിവസമൊക്കെ എൻ്റെ കൂടെയുള്ളവരോട് ഞാൻ ചോദിക്കും എന്താണ് നടന്നതെന്ന്. അതിൻ്റെ ഒരു ചെറിയൊരു വിവരണം മാത്രം, അധികം അവരെ വിവരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു കൊച്ചുകുട്ടിക്ക് കേരളക്കരയിലുണ്ടായ ഗതി, വന്ദന കോളേജ് പഠിച്ച് ഡോക്ടർ ആയി, ആശുപത്രിയിൽ സേവനം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഹൗസ് സർജൻസി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവൾ ഉപയോഗിക്കുന്ന കത്രിക കൊണ്ടാണ് അവളെ കുത്തിയത്. അവളുടെ മാതാപിതാക്കളെ പറ്റി ഓർക്കൂ. ഞാൻ ഈ സദസ്സിലേക്ക് വരുന്ന വഴിയിലുടനീളം, ഈ ഹാളിൻ്റെ വരാന്തയിൽ ഉടനീളം കണ്ടത്, ഞാനിങ്ങോട്ട് വരുമ്പോൾ കൈകൂപ്പി എന്നെ സ്വാഗതം ചെയ്ത അമ്മമാരെയും അച്ഛന്മാരെയുമാണ്, ഉമ്മ ബാപ്പമാരെയാണ്. നിങ്ങളോടൊപ്പം എത്തിയിട്ടുള്ള രക്ഷിതാക്കളുടെ സാന്നിധ്യം ഈ സദസ്സിലുണ്ട്. കുട്ടികളോടൊപ്പം മാതാപിതാക്കളും വന്നിട്ടുള്ള സദസ്സാണിത്. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങൾ ഒറ്റക്കല്ല, ഞാൻ മാത്രം മതി എന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ പരീക്ഷ, നിങ്ങളുടെ ജീവിതം, അതൊക്കെ നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ട് കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾക്ക് അറുത്തു മാറ്റാൻ കഴിയില്ല, മുറിച്ചു മാറ്റാൻ കഴിയില്ല. എന്താ അമ്മ, എന്താ അച്ഛൻ എന്ന് ചോദിക്കുന്ന ഒരുതരം വഴിവിട്ട അനാർക്കി, അരാജകത്വം അത് പ്രചരിപ്പിക്കുന്ന കാലമാണിത്.